ഹൗസ് ഓഫ് ടേസ്റ്റിൽ ഇന്നത്തെ സ്പെഷ്യല് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അത് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ എന്റെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ആളുണ്ട്. മറ്റാരല്ല, എന്റെ ശ്രീദേവി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: സവോള, പച്ചമുളക്, ചിക്കൻ. സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. മുട്ട 3 ബീറ്റ് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക, ഒരു ചീനച്ചട്ടി വയ്ക്കുക, അതിനകത്തോട്ട് ചിക്കൻ്റെ പീസ് ഇടുക, ആവശ്യത്തിന് വെള്ളം, അതായത് കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ആ വെള്ളം വറ്റുന്നത് വരെ വേവിക്കാൻ വയ്ക്കുക. ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് പുഴുങ്ങാൻ വയ്ക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടയണം. ചിക്കനിലെ വെള്ളം വറ്റിയിട്ടുണ്ട്, അത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലോട്ട് പകർത്താവുന്നതാണ്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് നമുക്ക് പീൽ ചെയ്യുക, അതിനുശേഷം സ്മാഷ് ചെയ്യുക. എന്നിട്ട് ഇറച്ചി റെഡിയാക്കിയിട്ടില്ലല്ലോ, ഇറച്ചി ഒന്നില്ലെങ്കിൽ മിക്സിയിലോ അല്ലെങ്കിൽ മിക്സിയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പോഴാണ് ഞാൻ ചോപ്പർ എടുത്തേക്കുന്നത്. ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് കട്ട്ലേറ്റിൻ്റെ പാകത്തിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഒരു ചീനച്ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, ഈ കട്ട്ലേറ്റിൻ്റെ പാകത്തിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇറച്ചി ആഡ് ചെയ്യുക, നന്നായി വറക്കാം. ഒരു 3/4 ഭാഗം വറുത്ത് വരുമ്പോൾ സവാള പച്ചമുളകും ആഡ് ചെയ്യണം, കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി നന്നായി കുഴച്ച് നല്ല ഒത്തിരി ഉപ്പ് ആഡ് ചെയ്യുക, കുറച്ച്, അതായത് ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യുക, മുട്ടയിൽ മുക്കിയിട്ട് പൊരിക്കുക. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് റെഡിയാണ്. നല്ല 2 സൈഡും നല്ല ബ്രൗൺ കളറാവണം കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഹൗസ് ഓഫ് ടേസ്റ്റ്. താങ്ക് യു വെരി മച്ച്.